മരുന്നുകൾക്കെതിരെയും ഡ്രഗ്സിനെതിരെയും എത്രയോ കാലങ്ങളായി പ്രചാരണം നടക്കുന്നു. എത്രയോ കോടിക്കണക്കിന് രൂപ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇതാക്കുന്നു. എന്നിട്ടും കേരളത്തിൽ നിയമങ്ങളില്ലാഞ്ഞിട്ടല്ല, ഇന്ത്യ മഹാരാജ്യത്ത് നിയമങ്ങളില്ലാഞ്ഞിട്ടല്ല. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു പ്രചാരണവും രാഷ്ട്രീയ പാർട്ടികൾ നടത്തണ്ട, ഒരു പ്രചാരണവും സ്കൂളുകളിൽ നടത്തണ്ട. ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക്, എക്സൈസ് അധികാരികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അവകാശം മാത്രം കൊടുത്താൽ മതി. സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം മാത്രം കൊടുത്താൽ മതി. ബഹുമാനപ്പെട്ട CPM-ന്റെയും ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെയും ബഹുമാനപ്പെട്ട BJP-യുടെയും നേതാക്കൾ ഒരു കാര്യം തീരുമാനമെടുക്കുക. ലഹരി കേസിൽ കൃത്യമായ തെളിവുകളോട് പിടിക്കപ്പെട്ടാൽ, കൃത്യമായ തെളിവുകളോടുകൂടി പ്രതി പിടിക്കപ്പെട്ടാൽ അവർക്ക് ശുപാർശയുമായി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കില്ല എന്ന ഒറ്റ തീരുമാനമെടുത്താൽ കേരളത്തിൽ ലഹരി കച്ചവടം നിൽക്കും, കേരളത്തിൽ ഡ്രഗ്സിന്റെ കച്ചവടം നിൽക്കും. ശരിയായ ആലോചിച്ച് നോക്ക്. ഇന്ന് രാവിലെ വാർത്ത വന്നു, കളമശ്ശേരി പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിൽ നിന്ന് കിലോ കണക്കിന് കഞ്ചാവ് പിടിച്ചു. അവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റാണ് ഒന്നാം പ്രതി. അപ്പോൾ തന്നെ മറുപടി വന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറുപടി വന്നു, കുടുക്കിയതാണെന്ന്. ഇത്തരത്തിൽ നീങ്ങിയാൽ എങ്ങനെയാണ് ഈ നാട്ടിൽ ലഹരി ഒഴിവാകുക? ഈ നാട്ടിൽ നിന്ന് ലഹരി ഒഴിവാകണമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, മുഖ്യധാര രാഷ്ട്രീയ നേതാക്കൾ ആത്മാർത്ഥമായി വിചാരിച്ച് സ്വന്തം കുഞ്ഞുങ്ങളെയും സ്വന്തം നാട്ടിലെ കുഞ്ഞുങ്ങളെയും സ്വന്തം നാട്ടിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആത്മാർത്ഥമായി വിചാരിച്ച് ലഹരിക്കെതിരെ ആത്മാർത്ഥമായി പോരാടണം. വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി 4-5 വോട്ടിന് വേണ്ടി ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി കവറുകളിൽ പ്രസംഗിച്ചാൽ, എക്സൈസ് കോടികൾ വിമുക്തി എന്ന പേരിൽ ചെലവഴിച്ചാൽ, സ്കൂളുകളിൽ ക്യാമ്പയിൻ നടത്തിയാൽ ലഹരി നിർമ്മാർജ്ജനമാവില്ല, ഡ്രഗ്സ് നാട്ടിൽ നിന്ന് മാറില്ല. ഇത് മാറണമെങ്കിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോലീസിന്റെയും എക്സൈസിന്റെയും നീതിപൂർവമായ അന്വേഷണത്തിൽ കൈകടത്താതെ ഒരു പ്രതി പിടിക്കപ്പെട്ടാൽ, കൃത്യമായ തെളിവുകളോടുകൂടി ലഹരി കേസിൽ പിടിക്കപ്പെട്ടാൽ അവരെതിരെ നടപടിയെടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ശുപാർശ കോടതികളുമായി ചെല്ലില്ല എന്ന് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഒറ്റ തീരുമാനമെടുത്താൽ മതി. ലഹരിയുടെ വ്യാപനം നിൽക്കും.